ബ്രസനെ വേറൊരു ലെവലിലേക്ക് മാറ്റുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ വിശ്വസിക്കില്ലായിരിക്കാം. പക്ഷേ ഈ എസ് എന്ന ലോഗോ ഇല്ലെങ്കിൽ ഈ ഒരു ഗാർഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഏതാണെന്ന് അറിയാൻ പെട്ടെന്ന് അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാഴ്ചയ്ക്ക് വേറൊരു ഹെവി ലുക്ക് എന്ന് തന്നെ പറയാം ഈ ഒരു ബ്രസ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബ്രസയുടെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. VXi ബ്രസയാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്രസ നമുക്ക് വന്നിരിക്കുന്നത് ചേലക്കരയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് ഇതിനു മുന്നും നമുക്ക് ചേലക്കരയിൽ നിന്നും വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചേലക്കരയിൽ നിന്ന് വന്ന ഒരു ചേട്ടൻ്റെ ഒരു റിവ്യൂ കണ്ടിട്ട് ആളുടെ ഒരു അഭിപ്രായം കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടാണ് ഇപ്പോൾ ചേലക്കരയിൽ നിന്നും ഈ ഒരു ബ്രസ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നമ്മളിതിന് റൂഫ് റെയിൽ, അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ഗാർഡ്, പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് മിറർ ക്ലോസർ, പിന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ്, ഇത് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബെൻസ് ടൈപ്പ് ഒരു ഹോൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഫ്ലിപ്പ് കീ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വാഹനത്തെ നല്ല ക്വാളിറ്റിയിലേക്ക് മാറ്റാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ബ്രസ അത് ബേസ് മോഡലായാലും VXi ആയാലും ഈ കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്താൽ ഈ വാഹനം വേറൊരു ലെവലിലേക്ക് മാറും. കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിയായി തീരും. ഒരു ബ്രസയിൽ ചെയ്യേണ്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ബ്രസ വേറൊരു ലുക്കായി മാറും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ ബ്രസ എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം, ബ്രസ ബുക്ക് ചെയ്തിരിക്കുന്നവരുണ്ടാവാം, ബ്രസ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ കാര്യങ്ങളെല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു. ബാക്കിൽ നോക്കുമ്പോൾ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് ഡിഫ്യൂസർ തന്നെയാണ്. ഹെവി ഗാർഡാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. അത് കാഴ്ചയ്ക്ക് ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. നിങ്ങളും ആഗ്രഹിച്ചു പോവും. നിങ്ങളുടെ വാഹനം ബ്രസയാണെങ്കിൽ ഇങ്ങനെ ഒരു ഐറ്റം ഫിറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചു പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് ബ്രസകളിൽ നമ്മളിപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ബ്രസയുടെ ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ട് ഗാർഡും. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഹെവി ഐറ്റം തന്നെയാണ് ഇതിൻ്റെ ബാക്കും ഫ്രണ്ട്. ഈ ഒരു ഗാർഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ. വാഹനത്തെ സ്നേഹിക്കുന്നവരും അതുപോലെ ഇതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഹെവി ഗാർഡുകളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബ്രസ ഒരുവിധം എല്ലാ ആക്സസറീസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കൂടാതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് മിറർ ഫോൾഡിങ് കിറ്റാണ്. കമ്പനി വരുമ്പോൾ ഒരു സ്വിച്ച്, മാനുവൽ സ്വിച്ചിൽ നമുക്ക് ഈ മിറർ ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നമുക്ക് സെൻട്രൽ ലോക്ക് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസും സെൻട്രൽ ലോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്ന ഒരു ഫംഗ്ഷൻ നമുക്കിതുമ്പോൾ ചെയ്യാൻ പറ്റും. ആ ഒരു ഫംഗ്ഷൻ നമ്മളിതുമ്പോൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ നോർമൽ കീ ആണ് നമുക്ക് കമ്പനി വരുമ്പോൾ ഉണ്ടാവുക. ആ ഒരു കീ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫ്ലിപ്പ് കീ ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടാതെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന റൂഫ് റെയിലാണ് ബ്രസയുടെ മോഡിഫിക്കേഷന് വേണ്ടി നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് നമ്മുടെ എൻക്വയറിക്ക് വേണ്ടി വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നൊരു കാര്യം റൂഫ് റെയിൽ സ്റ്റോക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രസ എടുക്കുന്ന എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൂഫ് റെയിൽ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു തലയെടുപ്പ് അത് ആ റൂഫ് റെയിലുമേയാണ് വരുന്നത്. ബ്രസ എന്നൊരു വാഹനത്തിൻ്റെ ഒരു ലാൻഡ് മാർക്കിംഗ് ആയി മാറി നമ്മുടെ ഒരു റൂഫ് റെയിൽ. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്നത് ബ്രസയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 7306293594 എന്ന നമ്പറാണ്. ഒരുപാട് പേര് നമുക്ക് ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചെയ്യുന്നുണ്ട്, റിപ്ലൈ ചെയ്യുന്നില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു റിപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ. നമ്മൾ മാക്സിമം എല്ലാവർക്കും മറുപടി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ വളരെയധികം മെസ്സേജുകളും കോളുകളും വരുമ്പോൾ പരിധികളുണ്ടല്ലോ, നമുക്കും അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മളത് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. റിപ്ലൈ നമ്മൾ സാവധാനം എല്ലാവർക്കും അയക്കുന്നുണ്ട്. പിന്നെ വാട്സപ്പിലും ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന എല്ലാ കമൻറ്റുകൾക്കും ഒരുപക്ഷെ നമുക്ക് മെസ്സേജ് റിപ്ലൈ കമൻറ്റ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഇതിനു മുമ്പും പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ദിവസവും എല്ലാ കമൻറ്റുകളും നോക്കി ഓരോരോ കമൻറ്റുകൾക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രം ഒരാളെ ഞാൻ നിയമിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മുടെ നമ്പറിലേക്ക് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു മറുപടി, ഒരു റിപ്ലൈ നമ്മൾ തന്നിരിക്കും തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്സസറീസുകളുടെ ലിസ്റ്റ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും. നമ്മുടെ പ്രൈസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക.
നമ്മുടെ അടുത്ത് വരിക, വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുക. ഒരുവിധം നമ്മുടെ അടുത്ത് ചെയ്തു പോയിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ വാറൻറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് എല്ലാ വാഹനങ്ങളിലും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. കൂടാതെ നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്ന പേടിപ്പിക്കുന്ന പോലെയുള്ള വയർ കട്ടിങ്, വാറൻറ്റി പോവും, അങ്ങനെയുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളുടെ പുതിയ വാഹനങ്ങളിൽ യാതൊരുവിധ വയർ കട്ടിങ്ങും ഇല്ലാതെ നിങ്ങൾ പറയുന്ന ആക്സസറീസുകളെല്ലാം നമ്മൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് കടന്നു വന്നു അടിപൊളി ആക്സസറീസുകൾ ഫിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കമ്പനി വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു കീയാണ് നമ്മുടെ മാരുതിയുടെ കാറുകൾക്ക് വരിക. ഇങ്ങനെ ഒരു കീ ആയിരുന്നത് നമ്മൾ അത് മാറ്റിയതേ ഇതുപോലെ ഫ്ലിപ്പ് കീ ആക്കിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നല്ല സൗകര്യമാണ് നമുക്കത് ഉപയോഗിക്കാൻ. ഇതുപോലെയാണ് അതിൻ്റെ കീ വരിക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മാരുതിയുടെ കീ ഇങ്ങനെയുള്ള ഒരു കീ ആണെങ്കിൽ ഇതുപോലെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് ചേഞ്ച് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് ഈ കീ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ പറ്റും. അതുപോലെ തന്നെ സെൻട്രൽ ലോക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യും. ഇനി നമുക്കിതിൻ്റെ മിറർ ക്ലോസർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ റിമോട്ട് വെച്ച് നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു മിറർ കൃത്യമായിട്ട് ഇതിങ്ങനെ നമുക്ക് ക്ലോസ് ആയി പോകും. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ മിറർ ഇങ്ങനെ തുറന്നു വരും. അപ്പോൾ നമുക്ക് പലപ്പോഴും പാർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കും ഇത് ഫീൽ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ പാർക്കിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ ആലോചിക്കുക ഈ ഒരു മിറർ മടക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ വീണ്ടും അകത്ത് കയറി ഓൺ ചെയ്ത് ഈ സ്വിച്ച് അമർത്തിയാലേ ഈ മിറർ മടങ്ങുള്ളൂ. പക്ഷേ ഇങ്ങനെയൊരു ഫംഗ്ഷൻ നമ്മൾ ഇതിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഇത് മറക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ലോക്ക് അടിച്ച് വണ്ടി ലോക്ക് ചെയ്യാൻ ഒരിക്കലും നമ്മൾ മറക്കില്ല. അപ്പോൾ ആ ലോക്ക് ചെയ്യുന്നതോട് കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് 2 മിററും നമുക്ക് ക്ലോസ് ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ വന്ന് വാഹനം എടുക്കാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് 2 മിററും ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സൗകര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും. സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് ഈ വാഹനത്തിൽ ഈ ഒരു ഐറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മറന്നു പോകുന്ന കാര്യങ്ങളിലൊക്കെ പെട്ടൊരു കാര്യമാണ് ഈ മിറർ മടക്കി വയ്ക്കുക, സൈഡ് മിറർ തട്ടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഐറ്റം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലിപ്പ് കീ നമുക്ക് പോക്കറ്റിലൊക്കെ കൊണ്ട് നടക്കാൻ വളരെ ഈസിയാണ്. ഇങ്ങനെ ഒരു കമ്പ് പോലെ ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൃത്യമായിട്ട് നമുക്കത് ക്ലോസ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കാം. പോക്കറ്റിലൊക്കെ സൗകര്യമായിട്ട് ഇട്ട് നടക്കാനും വളരെ എളുപ്പമുള്ളൊരു കാര്യം. പിന്നെ നമുക്കത് കമ്പനി വരുന്ന ഒറിജിനൽ മോഡൽ ഹാൻഡ് റെസ്റ്റ്, നമുക്കിത് ബ്രസയുടെ ഒറിജിനൽ OE ഐറ്റം തന്നെയാണ്. നമുക്ക് സ്ലൈഡിങ് ആണ്. അത്യാവശ്യം നല്ല വീതിയുള്ളൊരു മോഡലായതുകൊണ്ട് നമുക്ക് ഡ്രൈവർക്കും തൊട്ടിപ്പുറത്തിരിക്കുന്ന ആൾക്കും കൈവച്ച് സൗകര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിതിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് പോലെ തോന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജെനുവിൻ പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മളിതെല്ലാം റീപ്ലേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫുൾ കൺസോൾ അടക്കം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രസ VXi ആണെങ്കിലും LXi ആണെങ്കിലും ഇങ്ങനെയൊരു ഐറ്റം നിങ്ങളുടെ വാഹനത്തിന് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ആക്സസറീസ് ജെനുവിൻ പാർട്സ് നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട്. പിന്നെ ബ്രസയുടെ ഒരുവിധം ആക്സസറീസുകളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. VXi എടുക്കുന്നതിലും നല്ലത് LXi എടുക്കുന്നത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് VXi എടുത്തിട്ട് 1.25 ലക്ഷം രൂപ നമുക്ക് കൂടുതൽ കൊടുക്കുന്നതിലും നല്ലത് ഒരു LXi വണ്ടി എടുത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താലും ഒരു 75,000 രൂപയൊക്കെ വരുള്ളൂ. അതിൽ നമുക്ക് VXiയേക്കാളും ഒരു ഫീച്ചേഴ്സ് നമുക്ക് കൂടുതൽ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. എല്ലാം ചെയ്താലും നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 7306293594. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത്. ടാറ്റാ, ബൈ ബൈ.